വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലൊരു ദിവസമാവട്ടെ. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നും നമ്മളുടെ വിശേഷം എന്താണ്? രാവിലെ മുതലുള്ള കാര്യങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറയലല്ലേ. പക്ഷേ ഇന്ന് രാവിലെ മുതലുള്ള കാര്യങ്ങളല്ല ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇന്ന് രാവിലെ കഴിഞ്ഞു ഉച്ച മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം ഒരു 2 മണിയൊക്കെ ആയതിന് ശേഷം മുതലുള്ള കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തേത് ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. മോർണിംഗ് വ്ളോഗ് ഞാൻ വേറെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് ലെങ്ത് ആവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴത്തേത് ഒരു ഈവനിങ് വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാധനം കണ്ടില്ലേ, നമ്മൾ ഇന്നിവിടെ കുറച്ച് പുറത്തുള്ള പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു വണ്ടി കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് അപ്പൂസിന് ശരിയാക്കി കൊടുത്തതായിരുന്നു. ഇത് മനുവിൻ്റെ വണ്ടിയാണ് കേട്ടോ. ആ കൊറോണയുടെ ആ ഒരു ടൈം ഉണ്ടായിരുന്നില്ലേ, ആ ഒരു ടൈമിൽ നമ്മളിങ്ങനെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണ്ട് നമ്മൾ ഈ ചെരുപ്പൊക്കെ മുറിച്ചിട്ട് ഇങ്ങനെ ചക്രമൊക്കെ ഉണ്ടാക്കിയിട്ട് കളിക്കാറുണ്ടായിരുന്നില്ലേ, കോലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വണ്ടിയാക്കിയിട്ട്. ആ ഒരു ഓർമ്മയിൽ മനുവിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ട ടൈമിൽ അച്ഛൻ വേഗം പോയിട്ട് ആശാരിമാരുണ്ടാവില്ലേ, ആശാരിപ്പണി ചെയ്യണേ, അവരുടെ അടുത്ത് പോയി വേഗം അതുപോലെ പറഞ്ഞു കൊടുത്ത് ഉണ്ടാക്കി കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. ആ ഒരു വണ്ടി മരത്തിൻ്റെ ചക്രമൊക്കെ വെച്ചിട്ട് അങ്ങനെ ആ ഒരു ടൈമിൽ ഉണ്ടാക്കിക്കൊണ്ട് വന്നതായിരുന്നു. അങ്ങനെ അത് കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കേട് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഇടിച്ചിട്ടും തട്ടിയിട്ടും കുത്തിയിട്ടും ഒക്കെ അങ്ങനെ കേട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാനത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പട്ടിക പോലത്തെ കഷ്ണങ്ങളൊക്കെ അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. മഴയൊക്കെ ഉപയോഗിച്ച് പൊട്ടിച്ച് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയതാണത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് അവന് റെഡിയാക്കി കൊടുത്തു. പക്ഷെ അത് ശരിയാവുന്നില്ല കേട്ടോ. തൽക്കാലം ഒന്ന് നിൽക്കും, പിന്നെ അത് കേടുവരും അങ്ങനെ. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഓർമ്മകളിലുള്ള ഓരോ കാര്യങ്ങളാണ് അല്ലേ. പണ്ട് നമ്മൾ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ അങ്ങനെയുള്ളതൊക്കെ കണ്ടിട്ടുണ്ട്. ആൺകുട്ടികൾ അത് വെച്ച് കളിക്കണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട്. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് അത് എടുത്തു കൊടുത്തതായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതായിരുന്നു കേട്ടോ. പിന്നെ വിറക് നമ്മൾ അവിടെ പൊട്ടിക്കുന്ന ആ ഒരു ടൈമിൽ അവിടെ ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് ഒന്ന് വേഗം പിന്നെ അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പൂസ് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. പക്ഷേ എങ്കിൽ കൂടി ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവന് പുറത്തേക്ക് ഇറങ്ങും വേണം, പിന്നെ ഏട്ടനുള്ളതുകൊണ്ട് അവന് അകത്തേക്ക് പോവും വേണം. അങ്ങനെ 2 രീതിയിലും കൂടെ അവൻ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രിയല്ല വൈകുന്നേരം ആകുമ്പോൾ എന്തായാലും കുറച്ച് വെള്ളം ഉണ്ടാക്കാനുണ്ട് കേട്ടോ, കുടിക്കാനുള്ള വെള്ളം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ വിറകൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് പൊട്ടിച്ചപ്പോൾ മുഴുവനായിട്ട് അങ്ങോട്ട് പൊട്ടിച്ചെടുത്തു. ഇത് കണ്ടില്ലേ. എന്നിട്ട് ഇവിടെ ബക്കറ്റിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വിറകൊന്നും അങ്ങനെ അകത്തേക്ക് കൊണ്ടുവന്ന് വെക്കാറില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് പൊട്ടിച്ചത് അവിടെ ഇങ്ങനെ കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് വേഗം ബക്കറ്റിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ അത് വേഗം എടുക്കുക. 1-2 വിറക് കൊണ്ട് നമ്മളെ വെള്ളം തിളക്കൽ കഴിയും. പിന്നെ അതേ ബാക്കിയുള്ളത് ഈ ബക്കറ്റിൽ നിന്ന് തന്നെ അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പിന്നെ അവിടെ കുറേ ഒന്ന് കഴുകാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് രാവിലെ മുതൽ അലക്കാനുള്ള കാര്യങ്ങളൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അലക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വൃശ്ചിക മാസത്തിലേക്ക് ആവുമ്പോഴുള്ള ഓരോ പരിപാടികളാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴുകാറുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ ആ ഒരു ടൈമിലായിരുന്നു ഭയങ്കര മഴ വന്നേ. ഇത് പക്ഷേ എനിക്ക് നല്ല മഴയും ഇടിയൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ടൈമിൽ ഫോൺ എടുക്കാൻ തന്നെ പേടിയാണ് കേട്ടോ. അത്രയ്ക്കും ഭയങ്കര ഇടിയും മഴയൊക്കെ ആയിരുന്നേ.
പിന്നെ അതേ കുറച്ച് ചിക്കനൊക്കെ ഒന്ന് വറുത്തെടുക്കാനുണ്ടായിരുന്നു. രാവിലെ നമ്മൾ ചിക്കനിലൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ പച്ചരിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ മറന്നു പോയി കേട്ടോ. അതൊക്കെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് പച്ചരിപ്പൊടിയുടെ കാര്യം ഓർത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഞാൻ വെള്ളപ്പത്തിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ചട്ടിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ സാധാരണ അലുമിനിയത്തിൻ്റെ ചീനച്ചട്ടി ഉണ്ടല്ലോ, അതിലാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ ഇങ്ങനെ വറുത്തെടുക്കുന്നതൊക്കെ. പക്ഷേ അതിനേക്കാളിൽ എന്തോ ഒരു നല്ല ടേസ്റ്റ് ഉള്ള പോലെ എനിക്ക് തോന്നി കേട്ടോ. അത് ഈ ചട്ടിയിലാക്കിയത് കൊണ്ടാണോ എന്നറിയില്ല, ഏതായാലും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് മാത്രമേ ഞാൻ വറുത്തെടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും വറുത്തെടുത്തിട്ടില്ല കേട്ടോ. അതിൽ എല്ലില്ലാത്ത പീസുകൾ ഉണ്ടാവില്ലേ, അങ്ങനെ ഒരു 2-3 എണ്ണമൊക്കെ എടുത്തിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വറുത്തെടുത്തതാണേ. പിന്നെ അതേ നമ്മളൊന്ന് ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് പ്രതീക്ഷിക്കാതെ കിട്ടിയ ചിക്കനായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ മനു സ്കൂളിലേക്ക് പോയ ആ ഒരു ടൈമിൽ തക്കാളിയൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തക്കാളിയൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതേ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഉലുവയും അതുപോലെ പെരുംജീരകമില്ലേ, വലിയ ജീരകം, അതും കൂടെ കുറച്ച് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രാമ്പൂ, പട്ട അങ്ങനെയുള്ള സംഭവങ്ങളും കുറച്ച് ചേർത്ത് കൊടുത്തു. ആദ്യം ഞാനിതൊക്കെ കൂടെ കൂട്ടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏലക്കായ, ഗ്രാമ്പൂ, പട്ട അങ്ങനെയുള്ള ആ സംഭവങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുരുമുളകും കൂടെ ചേർത്തിട്ട് എല്ലതും കൂടെ പൊടിച്ച് വെച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാറായിരുന്നു കേട്ടോ. ഇപ്പം അത് പൊടിക്കാൻ മാത്രം സാധനം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പൊടിച്ച് വെച്ചിട്ടില്ല. പിന്നെ നമ്മൾ സവാളയും അതിൻ്റെ കൂടെ തന്നെ 5-6 ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നന്നായി വഴറ്റിയെടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് ചെറുതാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തു. അതൊന്ന് നന്നായിട്ട് വഴഞ്ഞ് വന്ന സമയത്ത് നമ്മൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പൊടികൾ എന്ന് പറയാൻ എന്താണ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉപ്പ്. മല്ലിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ആദ്യം തന്നെ ചിക്കനിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ തന്നെ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ ആ പൊടികളും കൂടെ അതൊന്ന് അതിലിട്ടിട്ട് ആ എണ്ണയിലിട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് വാട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ അതൊക്കെ ഒന്ന് നന്നായിട്ട് റെഡിയായി വരട്ടെ. പിന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ ഈ കുക്കർ ഒന്നും ഇങ്ങോട്ട് എന്താ പറയുക, വിസിൽ വെക്കാത്ത രീതിയിൽ അടച്ച് വെക്കില്ലേ, അങ്ങനെയൊന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ ദേ അതിൽ റെഡി ആയ ആ ഒരു ടൈമിൽ നമ്മൾ ചിക്കനും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ദേ ചിക്കനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നും ഇങ്ങോട്ട് അടച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലുള്ള വെള്ളം ഒന്നും ഇങ്ങോട്ട് കിനിഞ്ഞ് വരും കേട്ടോ. ഒരുപാട് നേരമൊന്നും വേണ്ട, കുറച്ച് ഒന്ന് അത് അടച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത വെള്ളം ഒന്നും ഇങ്ങോട്ട് ഇറങ്ങി വരും. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം അളവ് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ അതും കൂടെ ഒക്കെ ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ നമ്മൾ ചുക്കുവെള്ളമൊക്കെ തിളപ്പിക്കാനുണ്ടായിരുന്നു, അങ്ങനെ ഇതൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ അതന്നെ നമ്മളിപ്പോൾ കുറച്ച് ഇനിയിപ്പോൾ ഇങ്ങനെ ചൂടൊക്കെ കൂടി വരികയല്ലേ, അപ്പോൾ പിന്നെ പെട്ടെന്ന് നമുക്ക് വെള്ളമൊക്കെ തീരും. അപ്പോൾ എന്തായാലും ഇവിടെ തിളപ്പിക്കാത്ത വെള്ളം എടുത്ത് കുടിക്കാറില്ല കേട്ടോ. അത് ആരായാലും അങ്ങനെ ചെയ്യാറില്ല, നന്നായിട്ട് തിളപ്പിച്ചിട്ട് തന്നെ കുടിക്കുള്ളൂ കേട്ടോ. അത് പെട്ടെന്ന് തിള വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഗ്യാസിലായാലും ഓഫ് ചെയ്യൊന്നുമില്ല. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ അത് ഓഫ് ചെയ്യാറുള്ളൂ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വിശേഷം എന്ന് പറയാൻ ഈവനിങ് വ്ളോഗായിട്ടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി കൂട്ടുകാരുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും ഒന്നും മറന്നു പോകരുത്. പിന്നെന്താ, അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും ആയിട്ടൊക്കെ വരാം കേട്ടോ. അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.